ദൈവ തിരുനാമത്തിന് മഹത്വം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് ടൈറ്റിലിൽ കാണുന്നത് പോലെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. പ്രത്യേകിച്ചും ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണോ ഇവിടെ പറയുന്നത് എന്നൊക്കെ പലർക്കും സംശയമുണ്ട്. ഇതെന്താണ് എന്നാണ് ബൈബിളിൽ നിന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. 1 കൊറിന്ത്യൻസിന്റെ 15 നമ്മൾ വായിക്കുന്നു, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? ഞങ്ങളും നാഴിക തോറും പ്രാണഭയത്തിലാകുന്നത് എന്തിന്? ഇവിടെ ഇംഗ്ലീഷിൽ കൂടി നമുക്കൊന്ന് വായിക്കാം. എൽസ് വാട്ട് ഷാൽ ദേ ഡു വിച്ച് ആർ ബാപ്റ്റൈസ്ഡ് ഫോർ ദ ഡെഡ് ഇഫ് ദ ഡെഡ് റൈസ് നോട്ട് അറ്റ് ഓൾ? വൈ ആർ ദേ ദെൻ ബാപ്റ്റൈസ്ഡ് ഫോർ ദ ഡെഡ്? അവർ എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ ആ അവർ എന്നുള്ള അർത്ഥം വന്നിട്ടില്ല. നമുക്കറിയാം, കൊറിന്ത്യ സഭ ഒരു ജാതീയ പാരമ്പര്യത്തിലും ബഹുദൈവ ആചാരങ്ങളിൽ നിന്നും പൗലോസ് അപ്പസ്തോലന്റെ പ്രസംഗത്താൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശത്തിൽ നിൽക്കുന്ന പൗലോസ് സ്ഥാപിച്ച ഒരു സഭയാണ്. ഇവിടെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്ന് നമുക്ക് കോണ്ടെക്സ്റ്റിൽ വായിക്കാം. നമ്മുടെ വിഷയം ഈ അധ്യായത്തിന്റെ തന്നെ 29-ാം വാക്യമാണ്. അതിന്റെ 11 നമ്മൾ വായിക്കുന്നു, ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം ഞങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഇവിടെയാണ് പുനരുത്ഥാനമില്ല എന്ന ദുരുപദേശം കടന്നു വന്നത്. ഇനി ഈ മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് പറഞ്ഞവർ തന്നെ അവരുടെ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേറ്റിരുന്നു എന്ന് നമ്മൾ കാണുന്നു. പൗലോസ് അപ്പസ്തോലന്റെ പ്രസംഗം ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നതിലെ വിശ്വാസത്താലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത് എന്നാണ്. ഇവിടെയാണ് മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന ദുരുപദേശം പ്രചരിപ്പിച്ചത്. ഇതാണ് ഈ അധ്യായത്തിന്റെ ആശയം. 1 കൊറിന്ത്യൻസിന്റെ 15 നമ്മൾ വായിക്കുന്നു, എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വെതാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ നമ്മൾ വായിക്കുന്നത് കൊറിന്ത്യ സഭയിലെ വിശ്വാസികൾ സുവിശേഷം ലഭിച്ചവരും സുവിശേഷത്തിൽ നിൽക്കുന്നവരും വിശ്വസിച്ചവരുമാണ് എന്നാണ്. ഇന്ന് നമ്മളെ രക്ഷിക്കുന്ന സുവിശേഷത്തിന്റെ 3 ഘടകങ്ങളിൽ ഒന്നാണ് ക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നത്. മുമ്പിലത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു, കൊറിന്ത്യ സഭയിൽ ദുരുപദേശം പ്രചരിപ്പിച്ചവര് മരിച്ചവർക്ക് വേണ്ടി അവർ സ്നാനം ഏറ്റിരുന്നുവെന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിളിൽ എത്ര തരം സ്നാനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് വെള്ളം കൊണ്ടുള്ള തളിക്കൽ, മുങ്ങുക, ഒഴിക്കുക, ഇങ്ങനെ പല രീതിയിലുള്ള സ്നാനത്തെക്കുറിച്ചാണ്. ബൈബിളിൽ തന്നെ പലതരം സ്നാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായി 3:11 നമ്മൾ വായിക്കുന്നത്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അതായത് മത്തായി 3 ഈ ഒരു വാക്യത്തിൽ തന്നെ 3 സ്നാനങ്ങളെക്കുറിച്ച് പറയുന്നു. മാനസാന്തരത്തിനായി യോഹന്നാന്റെ സ്നാനം ഏറ്റവർക്ക് യേശുക്രിസ്തു നൽകുന്ന പരിശുദ്ധാത്മ സ്നാനവും മാനസാന്തര സ്നാനം ഏൽക്കാത്തവർക്ക് ലഭിക്കുന്ന തീ കൊണ്ടുള്ള സ്നാനം അല്ലെങ്കിൽ ന്യായവിധിയും.
ഇനി യേശുക്രിസ്തുവിന് മാനസാന്തര സ്നാനം ആവശ്യമില്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണ് സ്നാനമേറ്റത് എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 1:31 നമ്മൾ വായിക്കുന്നു, ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. താൻ ദൈവപുത്രനാണ് എന്ന് ഇസ്രായേലിന് വെളിപ്പെടുത്തുവാനാണ് യേശുക്രിസ്തു സ്നാനമേറ്റത് എന്നാണ് നമ്മൾ വായിച്ചത്. യേശു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ സുവിശേഷം. ലൂക്കോസ് 12:50 നമ്മൾ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ഒരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഇവിടെ യേശുക്രിസ്തു യോഹന്നാന്റെ കയ്യിൽ നിന്നും ജലസ്നാനം എടുത്തു കഴിഞ്ഞു പറയുന്നു, എനിക്ക് വേറൊരു സ്നാനം ഏൽക്കാനുണ്ടെന്ന്. ഇവിടെ പറയുന്നത് ക്രൂശിൽ തനിക്ക് സഹിക്കുവാനുള്ള കഷ്ടതയെക്കുറിച്ചാണ്. അതിനും സ്നാനം എന്ന് തന്നെയാണ് പറയുന്നത്. റോമർ 6:3 നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇവിടെ ക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും പങ്കാളികളാകാൻ വേണ്ടിയാണ് വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നത്. എബ്രായർ 9 നമ്മൾ വായിക്കുന്നത്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടി ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. ഇവിടെ പല വിധത്തിലുള്ള സ്നാനങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ വായിച്ചു. പുരോഹിതന്മാർ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ചെയ്തു പോന്ന ശുദ്ധീകരണത്തെയും സ്നാനം എന്നാണ് ബൈബിൾ പറയുന്നത്. ഇനിയും ചെങ്കടലിൽ കൂടി ഇസ്രായേൽ ജനം കടന്ന് രക്ഷപ്പെട്ടതിനെ മോശയോട് ചേരുവാനുള്ള സ്നാനം എന്നും ബൈബിൾ പറയുന്നുണ്ട്. ഇത്രയും വാക്യങ്ങൾ നമ്മൾ വായിച്ചത് സ്നാനം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട് എന്ന് പറയാനാണ്. ഇനി നമ്മുടെ വിഷയത്തിൽ പറയുന്ന സ്നാനം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലേവ്യപുസ്തകം 19:28 നമ്മൾ വായിക്കുന്നത്, മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്, മെയ്മേൽ പച്ച കുത്തരുത്, ഞാൻ യഹോവയാകുന്നു. പഴയ നിയമത്തിൽ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ പറയുന്ന വാക്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്. അവർ മരിച്ചവർക്ക് വേണ്ടി ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു. അവർക്ക് ചുറ്റുമുള്ള അന്യജാതിക്കാർ ഇങ്ങനെയുള്ള ജാതീയ സമ്പ്രദായങ്ങൾ ചെയ്തു പോന്നിരുന്നു. വേറെ ഒരു വാക്യം വായിക്കാം. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മക്കളാകുന്നു. മരിച്ചവന് വേണ്ടി നിങ്ങളെ മുറിവേൽപ്പിക്കുകയോ നിങ്ങൾക്ക് മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. അവർ മരിച്ചവർക്ക് വേണ്ടി മുൻകഷണ്ടി ഉണ്ടാക്കിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അടുത്ത വാക്യം യിരെമ്യാവിന്റെ 22 മരിച്ചവനെ കുറിച്ച് കരയേണ്ട, അവനെ കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാട് വിട്ടു പോകേണ്ടി വരുന്നവനെ കുറിച്ച് തന്നെ കരയുവിൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. 2 ശമൂവേലിന്റെ 14 നമ്മൾ വായിക്കുന്നത്, തെക്കോവയിലേക്ക് ആളയച്ച് അവിടെ നിന്ന് വിവേകവതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട് മരിച്ചു പോയവനെ കുറിച്ച് ഏറെ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും
തൈലം പൂശാതെയും രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം എന്ന് പറഞ്ഞു. യോവാബ് വാചകം അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയുടെ 4 വാക്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്ത് അതിൽ മുഴുകി ഇരിക്കുന്നതിനെയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു തുണി വെള്ളത്തിൽ മുക്കിയെടുത്താൽ അതിന് നമ്മൾ നനഞ്ഞ തുണി എന്ന് പറയും. ഒരു വെള്ള ഭിത്തിയിൽ ചുവപ്പ് പെയിന്റ് അടിച്ചാൽ ചുവന്ന ഭിത്തി എന്നാണ് നമ്മൾ പറയുന്നത്. വേറൊന്നിനോട് അനുരൂപമാകുക എന്നാണ് ഇതിനർത്ഥം. മരിച്ചവർക്ക് വേണ്ടി എന്ന് പറയുന്ന വേറെ വാക്യങ്ങളും ബൈബിളിലുണ്ട്. അതിന്റെ റെഫറൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ റെഫർ ചെയ്യുക. ഇനി മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റി ബൈബിൾ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. എബ്രായർ 9:27 പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ എന്ന് പറയുന്നു. വേറൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 5:27, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അടുത്ത വാക്യം ദാനിയേലിന്റെ 12:2 നമ്മൾ വായിക്കുന്നത്, നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കായും ഉണരും. മരിച്ചവരുടെ ഉയർപ്പിനെ പറ്റി ബൈബിളിൽ ധാരാളം റെഫറൻസ് ഉണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 24:15 നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വെച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. ഇപ്പോൾ വായിച്ച വാക്യങ്ങളിൽ നിന്നും മരിച്ചവർക്ക് അവസാന നാളിൽ ഒരു ഉയർപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇത്രയും വാക്യങ്ങളിൽ നിന്നും നമ്മൾ പുനരുത്ഥാനത്തിന്റെ പ്രാധാന്യമാണ് മനസ്സിലാക്കിയത്. അതുപോലെ നമ്മുടെ വിഷയത്തിൽ പറയുന്ന സ്നാനം എന്നത് മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലും കഷ്ടം സഹിച്ച് മുഴുകി ഇരിക്കുന്നതിനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വാക്യം മാത്രം എടുത്ത് ഉപദേശം ഉണ്ടാക്കിയ ക്രിസ്തീയ വിഭാഗങ്ങളും ഇന്നുണ്ട്. മോർമൻസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇപ്പോഴും മരിച്ചവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ജലസ്നാനം എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിഷയമായ ഈ വാക്യമാണ് പ്രോക്സി ബാപ്റ്റിസം എന്നറിയപ്പെടുന്ന ഈ ഉപദേശം ഉണ്ടാക്കുവാൻ ഇതിന്റെ സ്ഥാപകനെ സ്വാധീനിച്ചത്. ഇതിൽ കൂടി മരിച്ചവർ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ പാരമ്പര്യ സഭകളിൽ പോലും ഇന്നും മരിച്ചവർക്ക് വേണ്ടി മരണാനന്തര ജീവിതത്തിൽ സഹായം ലഭിക്കുവാൻ വേണ്ടി ശവകുടീരത്തിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഉപവാസം എടുക്കുക, അനാഥാലയത്തിൽ ഭക്ഷണ വിതരണം ചെയ്യുക എന്ന് തുടങ്ങി പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാറുണ്ട് എന്ന് നമുക്കറിയാം. ഇതെല്ലാം അന്യ ദൈവ ആരാധനയുടെ പാരമ്പര്യമാണ്. ബൈബിളിൽ ദൈവം ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. റോമൻ 4:24 നമ്മൾ വായിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിലാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്. 1 കൊറിന്ത്യൻസിന്റെ 15 തന്നെ നമ്മൾ വായിക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ
മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ഈ വാക്യങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് ഇത്ര ശക്തമായി പുനരുത്ഥാനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കാം. 1 കൊറിന്ത്യൻസിന്റെ 15:31 നമ്മൾ വായിക്കുന്നു, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യമെന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ഇനി നമ്മുടെ വിഷയത്തിന്റെ കൺക്ലൂഷനിലേക്ക് വന്നാൽ, ഈ അധ്യായത്തിൽ പറയുന്ന മരിച്ച വ്യക്തി യേശു ക്രിസ്തുവാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചതിനാലാണ് തനിക്ക് കഷ്ടങ്ങൾ ഏൽക്കേണ്ടി വന്നതെന്നും പുനരുത്ഥാനം എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണെന്നും ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്തവർ പറയുന്ന ദുരുപദേശത്തിൽ കുടുങ്ങി വഞ്ചിക്കപ്പെടരുതെന്നും അങ്ങനെ പുനരുത്ഥാനത്തിന്റെ ഉറപ്പിനു വേണ്ടി വാദിക്കുന്നതുമാണ് ഈ വിഷയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ വാക്യങ്ങളും അതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിച്ചാൽ മാത്രമേ എന്താണ് അവിടെ പറയുന്ന അർത്ഥം എന്ന് നമുക്ക് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോയിൽ കൂടി വചനത്തെ അതിന്റെ കോണ്ടെക്സ്റ്റിൽ പഠിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കി. സത്യവചനത്തെ യഥാർത്ഥമായി പഠിക്കുവാനും പ്രസംഗിക്കുവാനും ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ.